നിങ്ങൾക്ക് അങ്ങനെ നരകണ്ടെങ്കിൽ ഞങ്ങൾ നരകത്ത് പോയിക്കോട്ടെ, നിങ്ങൾക്ക് എന്താ? ഇങ്ങനെ മതത്തിന്റെ ഉപദേശങ്ങളെ പരിഹസിക്കുന്ന അവസ്ഥ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് ഹാജറ ബീവി എന്ന ഭാര്യയും മാതാവും പുതിയ നമ്മുടെ പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും ഒക്കെ വലിയ മാതൃകയാകേണ്ടത്. നിങ്ങൾക്കറിയാലോ, ഹാജറ ബീവിയും കുട്ടിനെയും സ്വന്തം ആരും ഇല്ലാത്തടത്ത് കൊണ്ടുപോയി ആക്കിയിട്ടേ ഇബ്രാഹിം നബി മടങ്ങിപ്പോരുകയാണ്. ആരുമില്ല, ഒറ്റക്കാണ്. കാക്കൊക്കെ ഇരിക്കാൻ തണലില്ല, ഒരു വെള്ളമല്ല, പച്ച വെള്ളമല്ല, അയലോക്കക്കാരില്ല, മനുഷ്യന്മാരില്ല, ആരുമില്ല. എത്ര അസ്വസ്ഥത ഉണ്ടാവും. ഇപ്പൊ നമ്മളെ ഭാര്യമാരെ പ്രസവത്തിന് അഡ്മിറ്റ് ആക്കിയിട്ട് ലേബർ റൂമൊക്കെ കയറുന്നതിന് മുമ്പ് ഭർത്താവ് അവിടെ അരികിലുണ്ടെങ്കിൽ ഞാൻ ഒന്ന് പോയി വരട്ടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പോകാൻ പറ്റില്ല എന്നേ പറയുള്ളൂ, അല്ലേ? ഇതങ്ങനെയല്ല, ആരുമില്ലാതെ ഈ ചെറിയ കുട്ടിനെ ഇവിടെ ആക്കിന് പോവാ. അപ്പൊ ഹാജറ ബീവി ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ട്. എന്താ ചോദിക്കണത്? ഞങ്ങളവിടെ ഒറ്റക്കാക്കി നിങ്ങളാണ് പോവുക, നിങ്ങൾ എന്ത് ഭർത്താവാ എന്നല്ല ചോദിച്ചത്. ഇബ്രാഹിം, ഈ പോക്ക് നിങ്ങളോട് ആര് പറഞ്ഞതാണ്? അല്ല പറഞ്ഞതാണോ? അല്ല പറഞ്ഞിട്ടാണോ ഞങ്ങൾ അവിടെ ആക്കി പോണത്? ഇബ്രാഹിം നബി തിരിഞ്ഞു നിന്നുകൊണ്ട് പറഞ്ഞു, ഞാൻ അതെ, പടച്ചോൻ പറഞ്ഞതാണ്. ഈ ഉത്തരം കേട്ട ഹാജറ ബീവി പിന്നെ പറഞ്ഞത് എന്താ? എങ്കിൽ താങ്കൾ പോയിക്കോളൂ, ആ പടച്ചോൻ ഞങ്ങളെ കൈവിടുകയില്ല എന്നാണ്. നോക്കൂ നിങ്ങൾ, ഈ ഹാജറ ബീവിക്ക് ഇങ്ങനെ പറയാൻ ഒരു സുപ്രഭാതത്തിൽ കഴിഞ്ഞത് എന്തുകൊണ്ടാ? ആ ഭാര്യക്ക് ശരിയായ മതബോധം, ശരിക്കും പടച്ചോനെ കുറിച്ചുള്ള ബോധം ഇബ്രാഹിം നബി കൊടുത്തിരുന്നു എന്നതാണ്. ഇത് നമ്മളെ മക്കൾക്ക് നമ്മൾ കൊടുക്കണം, ഇത് നമ്മളെ ഭാര്യമാർക്ക് കൊടുക്കണം. വെറും ഡ്രസ്സ് മാത്രം വാങ്ങിയാൽ പോരാ, വെറും മന്തി മാത്രം വാങ്ങി കൊടുത്താൽ പോരാ, വെറും ടൂറ് മാത്രം കൊണ്ടായാൽ പോരാ, ഒരു ഖുർആൻ ക്ലാസ്സിലൂടെയും കൊണ്ടുപോകണം. ഇതുപോലെ ഈദ്ഗാഹിന്റെയും കൊണ്ടുവരണം, ദീനും കൂടി പഠിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി കൊടുക്കണം. അതാ ഇബ്രാഹിം നബീന്റെ ചര്യ എന്ന് പറയുന്നത്, അതാ ഹാജറ ബീവിന്റെ ചര്യ എന്ന് പറയുന്നത്. പിന്നെ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന വേറെ സമ്മർദ്ദം എന്താ അറിയോ? പൊതുപ്രവർത്തകർ, രാഷ്ട്രീയ നേതാക്കന്മാര്, മന്ത്രിമാര്, ജനപ്രതിനിധികൾ, അഥവാ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളതാണ് ഞാൻ പറയുന്നത്. മുസ്ലിം പേരുള്ളവരെ പറ്റിയാണ് ഞാൻ പറയാതിരിക്കാൻ പറ്റില്ല, ഇനി അത് പറയേണ്ട സമയം അവർ അതിക്രമിച്ചു. അവരും തന്നെ ഇന്നൊരു സമ്മർദ്ദത്തിന്റെ പിന്നാലെയാണ്. അതായത് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉണ്ടാകുന്ന സമ്മർദ്ദം. ഇന്നിപ്പോ കേരളത്തിൽ എന്താ അവസ്ഥ? മുസ്ലിങ്ങൾ മുഖ്യമന്ത്രിയാവും, മുസ്ലിങ്ങൾ രാജ്യം ഭരിക്കും. അത് കേട്ടതൊന്നും മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു മൂർഖം പമ്പാണോ? അങ്ങനെ ഉണ്ടോ? ഈ രാജ്യത്തെ എല്ലാവരെ പോലുള്ള ഒരു പൗരന്മാരെല്ലാവരും, എന്നിട്ട് അവരെ കുറിച്ച് എന്തോ ഒരു പേടിയും ബേജാറും ഉണ്ടാക്കി. അവർ കുഴപ്പക്കാരാണ്, അവരെ മതമാണ്, അവർ മതത്തിന്റെ ആൾക്കാരാണ്. എന്താ ഈ മതത്തിന് കുഴപ്പം? ഇസ്ലാം എന്നാണ് എന്താ? സമാധാനത്തിന്റെ മാർഗം എന്നാണ്. മുഅ്മിൻ എന്ന് പറഞ്ഞാൽ നിർഭയത്വമുള്ളവൻ എന്നാണ്. ഒരു മുസ്ലിമിന് ഒരാൾ പിന്നെ പ്രയാസപ്പെടുത്താൻ കഴിയില്ല, ബുദ്ധിമുട്ടിക്കാൻ കഴിയില്ല, നിർബന്ധിച്ച് അവനെ മതത്തേക്ക് കൊണ്ടുവരാൻ പറ്റൂല. ലാ ഇക്റാഹ ഫിദ്ദീൻ എന്നാണ് മതം പഠിപ്പിച്ചിട്ടുള്ളത്. എത്ര വിശാലമായ മതമാണിത്. ഞാൻ അധികാരത്തിൽ വരികയാണെങ്കിൽ ഇവിടെ ഇന്ത്യയിൽ നടക്കേണ്ടത് ഗാന്ധിജി പറഞ്ഞത് എന്താ? ഉമറിന്റെ ഭരണം നടക്കണം എന്നാണ്. എന്തേ പറയാൻ കാരണം? അത്രയ്ക്ക് വിശാലമാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. ഇത് ആ ഇസ്ലാമിനാണ് അപരവൽക്കരിക്കുന്നത്. അപ്പൊ ഈ അപരവൽക്കരണമൊക്കെ പാടെ വരുമ്പോ ഇന്നും പിന്നെ സമുദായത്തിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ജയിച്ചു വരുന്ന ആളുകൾ തന്നെ ആ പ്രഷറിനനുസരിച്ച് ജീവിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു മുസ്ലിം അല്ല എന്ന് എങ്ങനെ തോന്നിപ്പിക്കാന്നാണ് പലപ്പോഴും അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ റീൽസും അവരുടെ പ്രസംഗവും അവരുടെ പ്രഭാഷണവും അവരുടെ പോസ്റ്ററും ഒക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാനൊരു മുസ്ലിം അല്ല എന്ന് എങ്ങനെ തോന്നിപ്പിക്കാൻ പറ്റുക എന്നുള്ളത്. ഇപ്പതാ സ്ഥാനാർത്ഥിയായി കഴിഞ്ഞാൽ വോട്ട് കിട്ടണമെങ്കിൽ ഒരു മുസ്ലിം ആണെങ്കിൽ തന്നെ അവന് വേറെ എല്ലാ ക്ഷേത്രത്തിലും ചർച്ചിലും എല്ലായിടത്തും പോയി അവിടെ ഒന്ന് വണങ്ങിയെങ്കിൽ മാത്രമേ ആ സമുദായത്തിന്റെ വോട്ട് കിട്ടുള്ളൂ എന്നൊരു തോന്നലുമായി മാറിയിട്ടുണ്ടെന്ന്. അങ്ങനെയൊന്നുമില്ല. ഇത് ഇന്ത്യ രാജ്യമാണ്, എല്ലാവർക്കും ഓരോ മതമുണ്ട്, വിശ്വാസമുണ്ട്. ആ വിശ്വാസം കോംപ്രമൈസ് ചെയ്യേണ്ട കാര്യമൊന്നും ഇതിനില്ല. ഇന്ന് തുടങ്ങിയതാ ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത്. എത്ര നേതാക്കന്മാർ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്, അവരൊന്നും അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ. അവരൊക്കെ ആളുകൾ വോട്ട് ചെയ്തിട്ടില്ലേ? ഇപ്പോഴോ ഇപ്പൊ മുസ്ലിം ഇപ്പൊ മതം നോക്കിയിട്ടാണോ പ്രാവശ്യം നിയമസഭയിൽ വോട്ടുണ്ടായത്? അല്ല. ക്രൈസ്തവ കമ്മ്യൂണിറ്റി കൂടുതലുള്ളിടത്ത് മുസ്ലിങ്ങൾ ജയിച്ചിട്ടുണ്ട്, മുസ്ലിം കമ്മ്യൂണിറ്റി കൂടുതലുള്ളിടത്ത് ഹൈന്ദവ വിശ്വാസികൾ ജയിച്ചിട്ടുണ്ട്, ഹൈന്ദവ വിശ്വാസികൾ കൂടുതലുള്ളിടത്ത് മുസ്ലിം സ്ഥാനാർത്ഥി ജയിച്ചിട്ടുണ്ട്. അപ്പൊ എന്താ മതം നോക്കിയിട്ടാണോ വോട്ട് ചെയ്ത്? അല്ല, ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷത നോക്കിയിട്ടാണ്. അതൊക്കെ വെറുതെ ഓരോരുത്തർ ഉണ്ടാക്കുന്ന പുകിലുകളാണ്.